all ഈ ഒരു വീഡിയോയിൽ യൂണിറ്റ് 3 ആയിട്ടുള്ള കൺസ്ട്രെയിറ്റ്സ് ആൻഡ് വേരിയബിൾസ് എന്നുള്ള യൂണിറ്റാണ് നമ്മൾ കവർ ചെയ്യുന്നത്. സോ ലെറ്റ്സ് സീ വാട്ട് ഓൾ വി ഹാവ് ടു സ്റ്റഡി ഹിയർ. സോ ഫസ്റ്റ് ടോപ്പിക് വന്നിട്ട് എന്താണ് ഒരു വേരിയബിൾ എന്നാണ്. സോ വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സംതിങ് ദാറ്റ് varies or something that can be changed or altered. So ഒരു വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ how can we define is that a variable is something that can be changed or altered. Say for example ഒരു ക്യാരക്ടറിസ്റ്റിക് ആവാം, ഒരു വാല്യൂ ആവാം. ഇപ്പോൾ ഒരു സ്റ്റഡിയിൽ ഇമോഷണൽ ഇൻ്റലിജൻസ് ആൻഡ് സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നതാണ് നമ്മൾ എടുക്കുന്ന രണ്ട് വേരിയബിൾസ് എങ്കിൽ ഈ ഒരു വേരിയബിളിൽ വരുന്ന എഫക്റ്റ് വേറൊരു വേരിയബിളിൽ നമുക്ക് കാണാൻ പറ്റും. സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറഞ്ഞ എക്സാമ്പിളിൽ ഇമോഷണൽ ഇൻ്റലിജൻസ് ഹൈലി ഇമോഷണലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അവരുടെ സെൽഫ് എസ്റ്റീം എന്താവും? ഇറ്റ് വിൽ ബി ഓൾസോ ഹൈ ആവും. ബിക്കോസ് അവർക്ക് അവരുടെ ഇമോഷൻസ് നന്നായിട്ട് കൺട്രോൾ ചെയ്യാനും അല്ലെങ്കിൽ ഇമോഷൻസ് ഓൺ ദ റൈറ്റ് പ്ലേസ് ആൻഡ് ഓൺ ദ റൈറ്റ് ടൈം ദേ ആർ ഏബിൾ ടു യൂസ് ഇറ്റ്. സോ അങ്ങനെയുള്ളൊരു ആൾ നമുക്ക് നോക്കുമ്പോൾ ദർ സെൽഫ് എസ്റ്റീം വിൽ ബി ഓൾസോ ഹൈ. സോ ഇമോഷണൽ ഇൻ്റലിജൻറ്റ് എന്ന് പറഞ്ഞ വേരിയബിൾ ഇസ് എഫക്റ്റിംഗ് ഹൗ സെൽഫ് എസ്റ്റീം ഇസ്. സോ വൺ വേരിയബിൾ ക്യാൻ എഫക്റ്റ് ദ അതർ വേരിയബിൾ ഇൻവോൾവ് ഇൻ ദ സ്റ്റഡി. സോ ദാറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ വാട്ട് വേരിയബിൾസ് ആർ ഇൻ എ സ്റ്റഡി. പിന്നെ നെക്സ്റ്റ് സ്ലൈഡിൽ വന്നിട്ട് എന്തുകൊണ്ടാണ് ഒരു സ്റ്റഡിയിൽ വേരിയബിൾസിന് ഇത്രയും ഇമ്പോർട്ടൻസ് ഉള്ളത്? ബിക്കോസ് എന്താണ് ആ സ്റ്റഡി എന്നുള്ളത് ഒരു ബേസിക് ഇൻഫോർമേഷൻ നമുക്ക് തരുന്നത് എന്താണ്? ഈ വേരിയബിൾസിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഒരു സ്റ്റഡിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്റ്റേറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ ചൂസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് എന്ത്? വേരിയബിൾസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക് വന്നിട്ട് എന്താണ് കൺസ്ട്രെയിറ്റ്സ് എന്നാണ്. സോ കൺസ്ട്രെയിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബ്രോഡഡ് കോൺസെപ്റ്റ്സ് ഓർ ടോപ്പിക്സ് ദാറ്റ് വി ആർ ദാറ്റ് ഓർ ദ ടോപ്പിക്സ് ഫോർ എ സ്റ്റഡി. സോ നമ്മളൊരു റിസർച്ചിൽ യൂസ് ചെയ്യുന്ന ബ്രോഡഡ് കോൺസെപ്റ്റ്സ് അല്ലെങ്കിൽ ആ ടോപ്പിക്സിനെയാണ് നമ്മൾ കൺസ്ട്രെയിറ്റ്സ് എന്ന് പറയുക. ഇപ്പോൾ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്നുള്ളത് ഒരു വേരിയബിൾ ആണ്. സോ ഇറ്റ് കംസ് അണ്ടർ ദ ബ്രോഡർ കോൺസെപ്റ്റ് ഓഫ് ഇൻ്റലിജൻസ്. സോ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ആ ഒരു ബ്രോഡർ കോൺസെപ്റ്റിനകത്ത് വരുന്ന ഒരു വേരിയബിൾ ആണ് എന്ത്? ഇമോഷണൽ ഇൻ്റലിജൻസ്. സോ കൺസ്ട്രക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് ബ്രോഡർ കോൺസെപ്റ്റ്സ് ഓർ ടോപ്പിക്സ് ഫോർ എ സ്റ്റഡി. നെക്സ്റ്റ് ടോപ്പിക് വന്നിട്ട് ഡിഫറൻസ് ബിറ്റ്വീൻ കോൺസെപ്റ്റ്സ് ആൻഡ് കൺസ്ട്രക്ട്സ് ആണ്. എന്താണ് കോൺസെപ്റ്റ് ആൻഡ് കൺസ്ട്രക്ട്സ് തമ്മിലുള്ള വ്യത്യാസം നമുക്ക് നോക്കാം. സോ കോൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് the measurement process is to define the concepts we are studying. So ഓരോ റിസർച്ച് പ്രോസസ്സിലും വരുന്നൊരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ എന്താ പറയുക പഠിക്കുന്ന ആ ഒരു പെർട്ടിക്കുലർ കോൺസെപ്റ്റ്സ് ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ്. സോ റിസർച്ചേഴ്സ് ലൈക്ക് used to generate concepts by generalizing from particular facts. So particular ആയിട്ടുള്ള facts ന്ന് നമ്മൾ generalize ചെയ്ത് എടുക്കുന്നതാണ് എന്ത്? The concepts that we use in a സ്റ്റഡി. ഇപ്പോൾ കോൺസെപ്റ്റ്സിനെ നമുക്ക് രണ്ടായിട്ട് മെഷർ ചെയ്യാം. ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഒന്ന് ഡിറക്റ്റ് ആൻഡ് ദ അതർ വൺ ഇസ് ത്രൂ ഇൻഡയറക്റ്റ് ഒബ്സർവേഷൻ. ഇപ്പോൾ ഡയറക്റ്റ് ഒബ്സർവേഷനിലൂടെ ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ someone's weight, height, hair color, eye color, this all can be measured through direct observation. ഇപ്പോൾ ഇൻഡയറക്റ്റ് ഒബ്സർവേഷൻ ആണെന്നുണ്ടെങ്കിൽ യൂസിങ് ക്വസ്റ്റ്യനെയർ, ഇപ്പോൾ ഒരാളുടെ ഒരു ഏജ് അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ്, ബിഹേവിയേഴ്സ്, ഇതൊക്കെ നമുക്കൊരു ക്വസ്റ്റ്യനെയർ യൂസ് ചെയ്തിട്ട് ത്രൂ ഇൻഡയറക്റ്റ് ഒബ്സർവേഷൻ മെത്തഡിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ദീസ് ആർ ദ different how we can measure concepts. So we can measure concepts through direct and indirect observations. Then we discussed what are constraints. Already നമ്മൾ പറഞ്ഞു constraints എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രോഡർ ടോപ്പിക്സ് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന വേരിയബിൾസ് അത് വരുന്ന ബ്രോഡർ എന്താ പറയുക ടോപ്പിക്സിനെയാണ് എന്ത് നമ്മൾ പറയുക? constraints എന്ന് പറയാം. ദെൻ നമ്മളിവിടെ പറയുന്ന അടുത്ത ടോപ്പിക് ഓപ്പറേഷണൽ ഡെഫിനിഷൻ ഓഫ് വേരിയബിൾസ് ആണ്. സോ അതെന്താണ് നമുക്ക് നോക്കാം. സോ ഓപ്പറേഷണൽ ഡെഫിനിഷൻസ് ക്യാൻ ബി കാറ്റഗറൈസ്ഡ് ഇൻ ടു ഫോളോയിങ് ടു കാറ്റഗറീസ്. സോ ഓപ്പറേഷണൽ ഡെഫിനിഷൻ ഓഫ് വേരിയബിൾസ് നമുക്ക് രണ്ട് കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതിൽ ഫസ്റ്റ് കാറ്റഗറി വന്നിട്ട് മെഷേർഡ് ഓപ്പറേഷണൽ ഡെഫിനിഷനും അടുത്ത കാറ്റഗറി വന്നിട്ട് എക്സ്പെരിമെൻ്റൽ ഓപ്പറേഷണൽ ഡെഫിനിഷനുമാണ്. സോ മെഷേർഡ് ഓപ്പറേഷണൽ ഡെഫിനിഷൻ എന്താ നോക്കാം. ദിസ് ഡെഫിനിഷൻ ഫോക്കസസ് ഓൺ how a constraints can be measured. For
instance, organizational citizenship behavior can be measured with the help of a standardized scale for organizational citizenship behavior. So measured operational definition focus ചെയ്യുന്നത് എന്താ വെച്ചാൽ എങ്ങനെയാണ് നമുക്കൊരു കൺസ്ട്രക്ട് മെഷർ ചെയ്യാൻ പറ്റുക. ഇപ്പോൾ ഓർഗനൈസേഷണൽ സിറ്റിസൺഷിപ്പ് ബിഹേവിയർ എന്നുള്ളത് നമുക്ക് എങ്ങനെ മെഷർ ചെയ്യാൻ പറ്റും? അതിൻ്റെ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള വാലിഡ് ആൻഡ് സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്കെയിൽ യൂസ് ചെയ്തിട്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഒരാളുടെ ഡിപ്രഷൻ അല്ലെങ്കിൽ സെൽഫ് എസ്റ്റീം ആ ഒരു കോമ്പോണൻറ്റ് നമുക്ക് എങ്ങനെയാണ് മെഷർ ചെയ്യാൻ പറ്റുക? അതിന് അനുയോജ്യമായിട്ടുള്ള സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്കെയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ മെഷർ ദാറ്റ്. സോ മെഷേർഡ് ഓപ്പറേഷണൽ ഡെഫിനിഷൻ ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഹൗ ക്യാൻ വി മെഷർ ദാറ്റ് പെർട്ടിക്കുലർ കൺസ്ട്രക്ട് എന്നാണ്. ദെൻ എക്സ്പെരിമെൻ്റൽ ഓപ്പറേഷണൽ ഡെഫിനിഷൻ ആണ് അടുത്തത് വരുന്നത്. സോ ദിസ് ഡെഫിനിഷൻ ഡിസ്ക്രൈബ്സ് ഹൗ എ കൺസ്ട്രക്ട് ഇസ് മാനിപ്പുലേറ്റഡ് ബൈ ദ റിസർച്ചർ. ഫോർ ഇൻസ്റ്റൻസ്, employees can be categorized into two groups, one with high organizational citizenship behavior and the other with low organizational citizenship behavior. So experimental operation definition focus ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു റിസർച്ചറിന് ഒരു പെർട്ടിക്കുലർ കൺസ്ട്രക്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുക. ദാറ്റ് ഈസ് ദ റിസർച്ചർ ഇറ്റ് സെൽഫ് ഇസ് മാനിപ്പുലേറ്റിംഗ് ദ കൺസ്ട്രക്ട്. സേ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഓർഗനൈസേഷണൽ സിറ്റിസൺഷിപ്പ് ബിഹേവിയർ തന്നെ രണ്ടായിട്ടൊരു എക്സ്പെരിമെൻറ്റർക്ക് divide ചെയ്യാൻ പറ്റും. one is the group one having low organizational citizenship behavior and the other one is having high organizational citizenship behavior. So that is with operational definition of variables. So paraphrasing operational definitions നമുക്ക് രണ്ടായിട്ട് categorize ചെയ്യാൻ പറ്റും. First one is measured operational definition and the other one is experimental operational definition. So measured operational definition എന്തിലാണ് ഫോക്കസ് ചെയ്യുന്നത്? It focuses on how a construct can be measured, and experimental operational definition is focusing or it describes how a construct is manipulated by the researcher. So this is with operational definition of variables. Now next topic വന്നിട്ട് types of variables ആണ്. So let's see what are the different types of variables. First variable വന്നിട്ട് stimulus, organism and response variable ആണ്. So let's see what it is. Many psychologists have adopted a theoretical viewpoint or called the model the SOR model to explain all behavior. So ഇതിനകത്ത് ഈ ഒരു stimulus, organism and response എന്ന് പറയുന്നത് like to explain a behavior, ഒരു behavior explain ചെയ്യാൻ വേണ്ടിയിട്ട് മോസ്റ്റ്ലി എല്ലാ സൈക്കോളജിസ്റ്റും യൂസ് ചെയ്യുന്ന വേരിയബിൾ ആണ് എന്ത്? ഈ SOR വേരിയബിൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം എന്താണ് ഈ SO and R എന്ന്. So the symbols SO and R represent different categories of variables. അതിൽ S വന്നിട്ട് is the symbol of stimuli. So S എന്നുള്ളത് denote ചെയ്യുന്നത് എന്തിനെയാണ്? Stimuli ആണ്. So and the category may be referred to in general as stimulus variables. So S represent stimulus variables. So a stimulus variable is some form of energy in the environment such as light to which an organism is sensitive. So you all will be knowing എന്താണ് ഒരു സ്റ്റിമുലസ് എന്നുള്ളത്. ഒരു സ്റ്റിമുലസ് ഉണ്ടാകുമ്പോഴാണ് എന്ത് അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു റെസ്പോൺസ് അപ്പുറത്തുണ്ടാകുന്നത്. സോ സ്റ്റിമുലസ് ഇസ് ലൈക്ക് സം ഫോം ഓഫ് എനർജി ഇൻ ദ എൻവയോൺമെൻറ്റ് സച്ച് ആസ് ലൈറ്റ് അല്ലെങ്കിൽ ടച്ച് ഓർ വാട്ട് എവർ. സോ ദാറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ സിമ്പിൾ എസ്. Now O is the symbol for organism variable. So that is the changeable physiological and psychological characteristics of the organism being observed. Examples of such variables are anxiety level, age and heart rate, etc. So O എന്ന് പറയുന്നത് എന്താണ്? It's called the organism variable. അത് say for example ഒരാളുടെ anxiety level ആവാം അല്ലെങ്കിൽ age ആവാം or whatever. So O is the symbol for what? It's on the organism variables which describes the psychological characteristics of the organism being observed. ഇപ്പം നമ്മൾ ഒരാളുടെ ആൻസൈറ്റി ലെവലാണ് മെഷർ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടുത്തെ ഒരു ഓർഗാനിസം വേരിയബിൾ എന്ന് പറയുന്നത് എന്താണ്? ആൻസൈറ്റി ആണ്. ഇപ്പം ഡിപ്രഷൻ ആണെങ്കിൽ വാട്ടാണ്? ഇപ്പോൾ ഡിപ്രഷൻ ആണെങ്കിൽ എന്താണ്?
അവിടുത്തെ ഓർഗാനിസം വേരിയബിൾ എന്ന് പറയുന്നത് ഡിപ്രഷൻ or whatever self esteem, whatever it is, that is the psychological characteristics of the organism that being observed is what is called as organism variable. So finally r represent ചെയ്യുന്നതിനാണ് എന്ത് നമ്മൾ പറയുക, it's a symbol for response, and in general response variables which refer to some behavior or action of the organisms like pressing a lever and reaction to any stimulus are the examples of response variable. So r represents for what? Response variable. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു സ്റ്റിമുലസ് ഉണ്ടാവും, so that is represented by yes. So ആ ഒരു സ്റ്റിമുലസിന് വരുന്ന റെസ്പോൺസിനെയാണ് നമ്മളിവിടെ r എന്നുള്ള സിമ്പിളുമായിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. So that is with the symbol r. So ഈ സ്റ്റിമുലസ്, ഓർഗാനിസം ആൻഡ് റെസ്പോൺസ് വേരിയബിൾ, അതിൽ s എന്ന് പറയുന്നത് stands for what? S stands for stimulus variable, O stands for organism variable, and finally R stands for what? It stands for the symbol for response. So that is with SOR variables. ഇനി വന്നിട്ട് ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഡിപെൻഡൻറ്റ് വേരിയബിൾ എന്താണെന്നാണ് നമുക്ക് നോക്കേണ്ടത്. സോ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, ഒരു സ്റ്റഡിയിലെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ കോഴ്സ്, അതായത് വാട്ട് ഈസ് ബീയിങ് സ്റ്റഡീഡ് ഓർ വാട്ട് കോഴ്സ് ഈസ് ബീയിങ് സ്റ്റഡീഡ്. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ആസ് ദ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. സോ its value is independent of the other variables in your study. So why it is called as an independent variable is because it's independent of other variables involved in the study. So that is with independent variable. അപ്പോൾ dependent variable എന്താവും? So the dependent variable is the effect. Its value depends upon change in the independent variable. So dependent, as the name suggests, dependent variable എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it's depend upon the independent variable. So independent variable കാരണം വരുന്ന എഫക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? The dependent variable എന്ന് പറയുന്നത്. So examples, independent and dependent variable is like is given below. So you design a study to test whether changes in room temperature have an effect on math test scores. Your independent variable is the temperature of the room. You vary the room temperature by making it cooler for half the participants and warmer for the other half. So your dependent variable is the math test score. So ഇപ്പോൾ നമ്മൾ ഒരാളുടെ ഇപ്പോൾ ഒരു സെറ്റ് ഓഫ് സ്റ്റുഡൻസിൻ്റെ മാത്ത് പെർഫോമൻസും റൂം ടെമ്പറേച്ചറും ആണ് നമ്മൾ എന്താ പറയുക ചെക്ക് ചെയ്യുന്നെങ്കിൽ അതിൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ബിക്കോസ് ദാറ്റ് ഈസ് ബീങ് കെപ്റ്റ് ദ സെയിം. അപ്പോൾ ആ ഒരു ടെമ്പറേച്ചർ എന്ന് പറയുന്ന ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഈ മാത്സ് ടെസ്റ്റ് സ്കോറിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നാണ് നോക്കുന്നത്. അപ്പോൾ നല്ല ഭയങ്കര ഹൈലി ചൂടൊക്കെയുള്ള ഒരു റൂമിൽ ചില ആൾക്കാർക്ക് അത് പെട്ടെന്ന് ആ ഒരു സ്ട്രെസ്സിൽ പെട്ടെന്ന് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റണം എന്നില്ല. സോ എന്താണ് നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ അവിടെ സർട്ടൺ കുട്ടികളെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, സർട്ടൺ സ്റ്റുഡൻസിനെ എഫക്റ്റ് ചെയ്യുന്നില്ല. സോ ദിസ് ഈസ് ബീങ് ദ temperature is affecting the performance of the students or the test score. So that's how the independent variable is having an effect on the dependent variable. So that is with independent and dependent variable. Then നമുക്ക് നെക്സ്റ്റ് വന്നിട്ട് extraneous and confounded variables ആണ്. So let's see what it is. In an experiment, an extraneous variable is any variable that you are not investigating and that can potentially affect the outcomes of your research study. It can be natural characteristic of the participant such as intelligence level, gender or age for example, or it could be a feature of the environment such as lighting or noise. So ഒരു extraneous variable എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഇപ്പോൾ ഒരു സ്റ്റഡിയിൽ ഡിപ്രഷനും ആൻസൈറ്റിയാണ് നമ്മൾ പഠിക്കുന്നെങ്കിൽ ഈ ഒരു ഇത് രണ്ടും അല്ലാത്ത ഈ സ്റ്റഡിയിൽ നമ്മൾ ഉൾക്കൊള്ളിക്കാത്തൊരു വേരിയബിൾ നമ്മളെ സ്റ്റഡിയെ എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എക്സ്ട്രേനിയസ് വേരിയബിൾ എന്ന് പറയുക. മേ ബി ഇപ്പം നമ്മൾ ഈ സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് പുറത്ത് ഭയങ്കര ഇടിയും മഴയും ഭയങ്കര ടെൻഷനാണ് പുറത്ത്, അതായത് ചിലപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ പൊങ്ങി നിൽക്കുന്നുണ്ട്, അപ്പോൾ ആൾക്കാർ ഭയങ്കര ടെൻസ്ഡാണ്. അപ്പോൾ ആ ഒരു ടെൻഷൻ മേ ബി നമ്മുടെ സ്റ്റഡീനെ എഫക്റ്റ് ചെയ്യാം. പക്ഷെ നമ്മളത് നമ്മളെ സ്റ്റഡിയിൽ പഠിക്കുന്ന ഒരു വേരിയബിൾ അല്ല, പക്ഷേ ഇറ്റ്സ് ബീങ് പൊട്ടൻഷ്യലി നമ്മുടെ സ്റ്റഡീനെ അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ആൾക്കാർക്ക് നന്നായിട്ട് ആ ഒരു പെർട്ടിക്കുലർ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സ്റ്റഡിയിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. സോ ദാറ്റ് ഈസ് വിത്ത് വാട്ട് ആൻ എക്സ്ട്രേനിയസ് വേരിയബിൾ. ദെൻ വന്നിട്ട്
confounding variable എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it's an extra variable that you didn't account for. They can ruin an experiment and give you useless result. They can suggest there is a correlation when in fact there is not. They can even introduce bias, and that's why it is important to know what one is and how to avoid getting them in your experiment in the first place. ഒരു കൺഫൗണ്ടിങ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഒരു എക്സ്ട്രാ വേരിയബിൾ, അതായത് നമ്മൾ പോലും അറിയാതെ നമ്മുടെ സ്റ്റഡിയിൽ അല്ലെങ്കിൽ ഇപ്പോൾ മേ ബി ഇപ്പോൾ നമ്മൾ സ്കോറിങ് ചെയ്യുമ്പോഴാവാം അല്ലെങ്കിൽ റിസൾട്ട് അനാലിസിസ് ചെയ്യുമ്പോഴാവാം. സോ ഇറ്റ് ഈസ് ഹാവിങ് ഒരു പൊട്ടൻഷ്യലി ഒരു നെഗറ്റീവ് എഫക്റ്റ് ഓൺ അവർ സ്റ്റഡി. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് വിത്ത് കൺഫൗണ്ടിങ് വേരിയബിൾ. So that is with extraneous and confounded variables. Now we have active and attribute variables. Let's see what it is. An active variable is a variable that can be manipulated. Active variables are also called experimental variables. Examples of this type of variable are teaching methods, training riggings, and the like, which can be altered to gauge their effect on phenomenon. So an active variable in the varna kayinal, it's the variable that can be manipulated. Say for example, ipo teaching methods, ipo nammal oru study cheyyunninte munpu we are just giving that particular group, see this you have to do. So aa oru teaching method can an effect on the study on the participants. So active variable എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ is something that can be manipulated, and it is otherwise called as experimental variables. നെക്സ്റ്റ് വന്നിട്ട് ആട്രിബ്യൂട്ട് വേരിയബിൾ ആണ്. എന്താ നോക്കാം. ആൻ ആട്രിബ്യൂട്ട് വേരിയബിൾ ഇസ് എ വേരിയബിൾ ദാറ്റ് കനോട്ട് ബി മാനിപ്പുലേറ്റഡ്. ആൻ എക്സാമ്പിൾ ഓഫ് ആൻ attribute variable is gender, race, psychological condition, and or any characteristics that is inherent or pre-programmed and cannot be altered. So ഒരു attribute variable എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the variable that cannot be manipulated. ഇപ്പോൾ ഒരാളുടെ ജെൻഡർ, അയാളുടെ റേസ്, അല്ലെങ്കിൽ അയാൾ ഇപ്പോൾ ഒരു സൈക്കോളജിക്കൽ കണ്ടീഷൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. സോ ഓൾ ദീസ് തിങ്സ് നമുക്ക് ഒരിക്കലും ഓൾട്ടർ ചെയ്യാനോ മാറ്റാനോ പറ്റാത്തൊരു കാര്യമാണ്. സോ ആട്രിബ്യൂട്ട് വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? the variable that cannot be manipulated. So active and attribute variables തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ആക്റ്റീവ് വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ which we can manipulate, and attribute variable എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ which we cannot manipulate or which cannot be manipulated. Now we have quantitative and categorical variables. So let's see what is quantitative and categorical variables. So quantitative variables are variables measured on a numeric scale. Height, weight, response time, subjective training of pain, temperature, or score on an exam. All are examples for quantitative variables. Quantity എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് നമ്മൾ ഇന്ന ഒരു അളവിൽ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് മെഷേർഡ് ഓൺ ന്യൂമറിക്കൽ സ്കെയിൽ. സോ എനിത്തിങ് ദാറ്റ് വി ആർ മെഷറിംഗ് ന്യൂമറിക്കലി ഇൻ എ സ്റ്റഡി വിച്ച് വി ക്യാൻ ടേം ആസ് വാട്ട്? ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾസ്. ഇപ്പോൾ ഹൈറ്റ് ആവാം, വെയിറ്റ് ആവാം, അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചർ ആവാം, അല്ലെങ്കിൽ ഒരു എക്സാമിലുള്ള സ്കോർ ആവാം. സോ ഓൾ ദീസ് തിങ്സ് കംസ് അണ്ടർ quantitative variables. ഇനി categorical variables എന്താ നോക്കാം. A categorical variable is a quality such as chosen major, and it is typically measured by assigning a category label to each individuals like psychology, English, nursing, etc. So categorical variable ഇപ്പോൾ നമ്മൾ പറയില്ലേ ഇന്ന ആൾക്കാർ ഈ കാറ്റഗറിയിൽ ഉള്ള ആൾക്കാരാണ്. അപ്പോൾ ഇത്രയും സ്റ്റുഡൻസ് സൈക്കോളജി സ്റ്റുഡൻസ് ആണ്, അല്ലെങ്കിൽ ഇത്രയും പേര് നഴ്സിംഗിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ്, അല്ലെങ്കിൽ ഇന്ന കാറ്റഗറിയിലാണ് ഇവർ പെടുന്നത്, ഇന്ന നാഷണാലിറ്റിയിലാണ് ഇവർ പെടുന്നത്. സോ നമ്മൾ അങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്ന അതിന് പറയുന്നതാണ് എന്ത്? കാറ്റഗോറിക്കൽ വേരിയബിൾസ് എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് കാറ്റഗോറിക്കൽ വേരിയബിൾ ഇസ് ദാറ്റ് ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ വേരിയബിൾസ് വിച്ച് ഇസ് മെഷേർഡ് ഓൺ എ ന്യൂമറിക്കൽ സ്കെയിൽ. അതായത് നമ്മൾ ന്യൂമറിക്കലായിട്ട് ഒന്നിൻ്റെ ക്വാണ്ടിറ്റി മെഷർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾസ് എന്ന് പറയുക. ഹൈറ്റ്, വെയിറ്റ്, എവറിത്തിങ് കംസ് അണ്ടർ ദാറ്റ്. ആൻഡ് ഒരു കാറ്റഗോറിക്കൽ വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്വാളിറ്റി, അതായത് ഇന്ന കാറ്റഗറിയിൽ നമ്മൾ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിനെ അല്ലെങ്കിൽ പെർട്ടിക്കുലർ തിങ്സിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യും. അപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഇയാൾക്ക് ഈ ഒരു
ഗ്രൂപ്പിന് ഈ ഒരു ഒക്യുപ്പേഷൻ ആണ് അല്ലെങ്കിൽ ഈ ഒരു വർക്കാണ് അവർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ദിസ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ കംസ് അണ്ടർ ദിസ് നാഷണാലിറ്റി. സോ ദാറ്റ് is an example for what categorical variable is. Now we have continuous and discrete variables. Let's see what it is. So discrete variables are countable in a finite amount of time. For example, you can count the change in your pocket. You can count the money in your bank account, or you could also count the amount of money in everyone's bank account. So say for it's an example. So discrete variables ennu parnu kayinal oru finite amount of time il namukku it's countable, namukku count cheyan pattunna type of variables aanu discrete variables. ipo namukku ende account il etra cash undu allengil ende kayil ende pocket il etra cash undu ഒരു ഫിക്സ്ഡ് ടൈമിൽ എനിക്കത് കൗണ്ട് ചെയ്ത് തീർക്കാൻ പറ്റും. സോ സച്ച് കൈൻഡ് ഓഫ് വേരിയബിൾസ് ആർ കോൾഡ് ആസ് ഡിസ്ക്രീറ്റ് വേരിയബിൾസ്. ഇനി ഒരു കണ്ടിന്യൂസ് വേരിയബിൾ എന്താണെന്ന് നോക്കാം. കണ്ടിന്യൂസ് വേരിയബിൾ ഇസ് എ വേ ഓഫ് ഓർഗനൈസിങ് ഡിസ്ട്രിബ്യൂഷൻസ് വിച്ച് ഹാവ് എ റേഞ്ച് ഓഫ് വാല്യൂസ് in between differing values. An example of continuous variable is weight or height. A person does not have to be either 150 pounds or 151 pounds. They could be 150.6 or just like it can goes on. കൺഫ്യൂസ്ഡ് ആവണ്ട. കണ്ടിന്യൂസ് വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊരു വാല്യൂ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരാൾ 152 അല്ലെങ്കിൽ 152 ആണ് അയാളുടെ ഹൈറ്റ് എന്ന് ഞാൻ പറയുമ്പോൾ അത് 152 കറക്റ്റ് ആവണം എന്നില്ല. ജസ്റ്റ് 152.81111 അതിങ്ങനെ പോവാം. സോ അതിനെന്താണ്, ദർ ഇസ് എ കണ്ടിന്യൂറ്റി. ഇപ്പം നമ്മൾ ഡിസ്ക്രീറ്റ് വേരിയബിൾ പറഞ്ഞ പോലെ നമുക്കത് കൗണ്ട് ചെയ്ത് ഫൈനൈറ്റ് ആയിട്ട് ഇത് ഇത്രയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ദിസ് ഇസ് ലൈക്ക് ഇറ്റ്സ് ഗോസ് ഓൺ. ഇപ്പോൾ 150.6 ഹൈറ്റുള്ള ഒരാൾ എനിക്ക് ഒരിക്കലും കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല അയാളുടെ ഹൈറ്റ് 150.6 ആണ്. ഇറ്റ് മേ ബി ലൈക്ക് 150 സംതിങ് എൽസ് ആവാം. സോ ഇറ്റ് ഹാസ് ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോകുന്ന ഒരു കാര്യമാണ്. സോ ദാറ്റ് ഈസ് വിത്ത് കണ്ടിന്യൂസ് വേരിയബിൾ. സോ ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ് വേരിയബിൾ തമ്മിലെ ഡിഫറൻസ് എന്താണ്? ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഒരു ഫൈനൈറ്റ് എമൗണ്ട് ഓഫ് ടൈമിൽ ഇറ്റ്സ് കൗണ്ടബിൾ, ആൻഡ് കണ്ടിന്യൂസ് വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഒരു റേഞ്ച് ഓഫ് വാല്യൂസ് ഉണ്ടാവും ഇൻ ബിറ്റ്വീൻ. ഫിക്സ്ഡ് ആയിട്ട് ഫൈനൈറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല ദിസ് ഇസ് ദ വാല്യൂ എന്നുള്ളത്. സോ ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കണ്ടിന്യൂസ് ആൻഡ് ഡിസ്ക്രീറ്റ് വേരിയബിൾസ്. ഇനി വന്നിട്ട് നമുക്ക് പഠിക്കാനുള്ളൊരു കോൺസെപ്റ്റാണ് എന്താണ് കൺസ്ട്രക്ട്സ് എന്നുള്ളത്. അത് നമ്മൾ ഓൾറെഡി ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ബ്രോഡർ കോൺസെപ്റ്റ്സ് ഓർ ടോപ്പിക്സ് ഫോർ എ സ്റ്റഡി. നമ്മൾ ഒരു സ്റ്റഡിയിൽ യൂസ് ചെയ്യുന്ന ബ്രോഡർ കോൺസെപ്റ്റ്സിനെയാണ് നമ്മൾ കൺസ്ട്രക്ട്സ് എന്ന് പറയുക. ഇപ്പോൾ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്നുള്ളത് എന്താണ്, ഒരു വേരിയബിൾ ആണെന്നെങ്കിൽ ആ ഒരു വേരിയബിൾ നമ്മൾ ഏത് കൺസ്ട്രക്റ്റിൻ്റെ താഴെയാണ് കൊണ്ടുവരുന്നത്? ഇൻ്റലിജൻസ് ആണ്. അപ്പോൾ ഇൻ്റലിജൻസ് എന്താണെന്ന് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം ബിഫോർ വി ഗോ ഫോർ ദ സ്റ്റഡി. ബിക്കോസ് വി ആർ ലൈക്ക് ഇറ്റ് കംസ് അണ്ടർ ആ ഒരു ബ്രോഡർ തിയറിയും കാര്യങ്ങളൊക്കെ അറിഞ്ഞാലേ നമുക്ക് നമ്മുടെ റിസൾട്ട് ആൻഡ് ഡിസ്കഷൻസ് ഒക്കെ പ്രോപ്പറായിട്ട് ഇൻ്റർപ്രിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ദാറ്റ് ഈസ് കൺസ്ട്രക്റ്റ്. ഇനി ഇതിൽ ലാസ്റ്റ് ടോപ്പിക് വന്നിട്ട് ടൈപ്പ് ഓഫ് കൺസ്ട്രക്ട്സ് ആണ്. സോ വി ഹാവ് ടു ടൈപ്പ് ഓഫ് കൺസ്ട്രക്ട്സ്. വൺ ഈസ് ഇൻ്റർവെനിങ് വേരിയബിൾ ആൻഡ് ദ അതർ വൺ ഈസ് ഹൈപ്പോത്തറ്റിക്കൽ കൺസ്ട്രക്ട്സ്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ആൻഡ് ഇൻ്റർവെനിങ് വേരിയബിൾ is a hypothetical variable used to explain causal links between other variables. So intervening variables cannot be observed in an experiment because they are hypothetical. For example, there is an association between being poor and having shorter lifespan. So intervening variables എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സ്റ്റഡിയിൽ യൂസ് ചെയ്യുന്ന ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ട്, സോ വി ആർ ജസ്റ്റ് ഇമാജിനിങ് ഓർ വി ആർ ജസ്റ്റ് സേയിങ് ഓക്കെ അതും ഇതും തമ്മിലൊരു ബന്ധമുണ്ട്. വി ആർ ജസ്റ്റ് ഒരു ഹൈപ്പോത്തറ്റിക്കലി നമ്മൾ പറയുന്ന ആ ഒരു ടൈപ്പ് ഓഫ് കൺസ്ട്രക്ട്സിനെയാണ് നമ്മൾ ഇൻ്റർവീനിങ് വേരിയബിൾസ് എന്ന് പറയുക. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരാൾക്ക് എന്താണ് അയാളുടെ ഒരു ഫിനാൻഷ്യലി ഉള്ള അയാളുടെ ലിവിങ് കണ്ടീഷനും അയാളുടെ ലൈഫ് സ്പാനും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്, ഒരു അസോസിയേഷൻ ഉണ്ട് എന്നൊരു ഹൈപ്പോത്തറ്റിക്കലായിട്ട് ഐ എം ജസ്റ്റ് സേയിങ്. സോ ദാറ്റ് ഈസ് വിത്ത് ഇൻ്റർവീനിങ് വേരിയബിൾസ്. ആൻഡ് ഹൈപ്പോത്തറ്റിക്കൽ കൺസ്ട്രക്ട്സ് എന്താണെന്ന് നോക്കാം. ഇൻ സയൻറ്റിഫിക് തിയറി ഹൈപ്പോത്തറ്റിക്കൽ
hypothetical construct is an explanatory variable which is not directly observable. For example, the concepts of intelligence and motivation are used to explain phenomenon in psychology, but neither is directly observable. So hypothetical constructs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ഹൈപ്പോത്തറ്റിക്കൽ ഒരു അസോസിയേഷൻ ഉണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഹൈപ്പോത്തറ്റിക്കൽ കൺസ്ട്രക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്താവും, അതായത് നമുക്കത് നേരിട്ട് കാണാൻ പറ്റില്ല. ഇപ്പോൾ ഒരാളുടെ ഇൻ്റലിജൻസ് നേരിട്ട് ഇതാണ് ഇയാളുടെ ഇൻ്റലിജൻസ് എന്ന് നമുക്ക് കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ അയാളുടെ മോട്ടിവേഷൻ ലെവൽ ഇത് ഡയറക്റ്റ്ലി നമുക്കത് ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല. നമ്മളതെങ്ങനെയാണ് ലൈക്ക് മെഷർ ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളത് അസസ് ചെയ്യുക? ഒരു ക്വസ്റ്റ്യനെയർ യൂസ് ചെയ്തോ അല്ലെങ്കിൽ ഒരു വടവർ ഒരു ടെസ്റ്റ് ചെയ്തോ അസസ്മെൻറ്റിലൂടെയാണ് നമ്മളത് മനസ്സിലാക്കുക. ഇറ്റ്സ് നോട്ട് ഡയറക്റ്റ്ലി ഒബ്സർവബിൾ. ഇപ്പോൾ ഒരാളുടെ ഹെയർ കളറോ അല്ലെങ്കിൽ അയാളുടെ ഐ കളർ അല്ലെങ്കിൽ അയാളുടെ വാട്ട് ഇസ് ലൈക്ക് ഹീ എന്നുള്ളത് ഫിസിക്കൽ അപ്പിയറൻസ് ഒക്കെ നമുക്ക് ഒബ്സർവേഷനിലൂടെ മനസ്സിലാക്കാം. പക്ഷേ ദ അതർ തിങ്സ് ആർ ലൈക്ക് മോട്ടിവേഷൻ, ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡയറക്റ്റ്ലി ഒബ്സർവബിൾ അല്ല. സോ സച്ച് കൈൻഡ് ഓഫ് തിങ്സ് ആർ കോൾഡ് ഹൈപ്പോത്തറ്റിക്കൽ കൺസ്ട്രക്ട്. സോ ദിസ് ഈസ് വിത്ത് this unit. So ഇതിൽ പല ടേംസും നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കേണ്ടതാണ്. സോ കേൾക്കുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടാവും. സോ ജസ്റ്റ് ഗോ ത്രൂ ദ PPTs ആൻഡ് അതൊന്ന് മെമ്മറൈസ് ചെയ്ത് ബൈ ഹാർട്ട് ചെയ്ത് തന്നെ വെക്കണം, അല്ലെങ്കിൽ കോൺസെപ്റ്റ്സ് തമ്മിലൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. സോ യാ ദാറ്റ്സ് വിത്ത് ദിസ് unit. So thank you all. Just go through the video, and if you have any doubts, just get back to me. Thank you.